ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്ന ഒരു പ്രഭാതം വീണ്ടും ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയും വിശ്വസ്തതയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ വളരെയധികം ആകുലപ്പെടുത്തിയ ഒരു പ്രഭാതത്തെ ഞാൻ ഓർക്കുകയാണ്. 1990 ബോംബെയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ആദ്യത്തെ ആകാശവാണി ന്യൂസ് റേഡിയോയിൽ കേൾക്കുകയുണ്ടായി. അതെന്തായിരുന്നു അറിയാമോ? ഗൾഫ് യുദ്ധം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുവരെയും സംഭവിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യം സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയും മുന്നോട്ട് മറ്റൊന്നും സംഭവിക്കുകയില്ല എന്ന് മനസ്സിൽ സമാധാനപ്പെട്ട ചില ദിവസങ്ങൾക്ക് അറുതി വരത്തക്ക രീതിയിൽ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ആ എല്ലാ പദ്ധതികളും അതിനെല്ലാം നങ്കൂരമിടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ഒരു പുകപടലം വന്ന് വീഴുന്നത് പോലെ, തല കറങ്ങുന്നത് പോലെ തോന്നിപ്പോയി. കാരണം അത്രത്തോളം അനേക ബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാം അവിടെയും ഇവിടെയും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതായ സമയം എനിക്ക് മാത്രമല്ല, ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉണ്ടായതായ ഒരു അനുഭവമാണ്. അന്നത്തെ ഇന്നേക്ക് എനിക്ക് തോന്നുന്നു 35 വർഷത്തിന് മുമ്പ് അന്ന് അനുഭവിച്ചറിഞ്ഞവർക്കൊക്കെ അറിയാം. ആ വാർത്ത, ഗൾഫ് യുദ്ധം ആരംഭിച്ചു എന്നുള്ളതായ ആ ആരംഭത്തിലെ വാക്ക് ഹൃദയത്തെ ഭേദിക്കുന്നതായിരുന്നു. അപ്രതീക്ഷിതം. എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്ന സമയമാണ്. ഗൾഫിലാണെങ്കിൽ ആരുപോലും അറിയുന്നില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എല്ലാ മനുഷ്യരും. അന്നത്തെ സാഹചര്യം നമുക്കറിയാം. നമ്മുടെ ജനങ്ങൾ പലരും, അനേകർ, എല്ലാ രാജ്യങ്ങളിലും പെട്ടവർ, ഭാഷാ വ്യത്യാസമന്യേ, ജാതി വ്യത്യാസമന്യേ, രാജ്യവ്യത്യാസമന്യേ കടന്നുപോയതായ ഒരു വലിയ ഒരു ദുർവിധി എന്ന് പറയാം. അതുപോലെ അന്നൊക്കെ തോന്നി. പക്ഷെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പിന്നെയും ദേശത്തെ കടാക്ഷിച്ചു. മനുഷ്യന്റെ മേൽ ദൈവത്തിന് മനസ്സലിവ് തോന്നി. കണ്ണുനീരിൻ്റെ പ്രതിഫലം അവിടെ ഇവിടെയായി കാണുകയുണ്ടായി. ദൈവം തൻ്റെ നാളുകളെ, നിയമിക്കപ്പെട്ട നാളുകളെ അല്പം കൂടെ മുൻപോട്ട് നീക്കി. എന്തിനാണെന്നറിയാമോ? ഏതെങ്കിലും ജഡങ്ങൾ, ഏതെങ്കിലും ആത്മാക്കൾ, ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, ഭരണ സംവിധാനങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ കണ്ടു എങ്കിൽ എന്ന് സ്വർഗം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സമയത്തും നമുക്ക് അപ്രതീക്ഷിതമായ ദുർഘട സമയങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ഈ നാട്ടിൽ അത്രത്തോളം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അത്ര ഗൗരവമുള്ളതായിരിക്കത്തില്ല എങ്കിലും അതിന് മുൻപോട്ടുള്ളതായ കാലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഇത് നീണ്ടുപോയാൽ ഉണ്ടാക്കാവുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വന്നേക്കാം. അവിടെയും നിലനിൽക്കുവാനുള്ള ഒരു കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന മനുഷ്യർക്ക് സമാധാനമുണ്ടാകും. ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും വിഘാതമായി, തടസ്സമായി അനേക കാര്യങ്ങൾ വന്നുകൂടുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും. എനിക്കറിയാം, അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് തന്നെയില്ല, അതിനുശേഷം കോവിഡ് കാലത്ത്, പ്രളയകാലങ്ങളിൽ എല്ലാം അനേക ദുരന്തങ്ങൾ ഈ യുഗത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അല്ലെങ്കിൽ ഈ കുറേ വർഷങ്ങളായിട്ട് ഈ ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്കണോമി തകർച്ചയോടുകൂടെ എത്രയോ വമ്പന്മാർ, പ്രമുഖന്മാർ, ധനാഢ്യന്മാർ അവർ ആത്മഹത്യ ചെയ്തു. പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളോട്, കുടുംബത്തോട് സമാധാനം പറയാൻ അവരുടെ കയ്യിൽ വാക്കുകളില്ല. കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ധൈര്യമില്ല. സകലതും എല്ലാം എറിഞ്ഞ് അവിടെ ഇവിടെ ആയിട്ട് നശിച്ചു പോകുന്ന ചില കാലയളവ്. ദുരന്തങ്ങൾ ദൈവം നമ്മെ കാണുമാറാക്കി. എന്നാൽ ഏത് ദുരന്തത്തിലും പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ തരുന്ന ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതിനെയെല്ലാം തരണം ചെയ്യുവാൻ ദൈവം പുതിയ അഭിഷേകം തരും. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മുൻപിൽ കൊണ്ടു തന്നതായ ഒരു വചനം, ഞാൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായാണ് ഈ വചനം എൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നത്. എസെക്കിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യം വായിച്ചു നോക്കുമ്പോൾ
അവിടെ നാം വായിക്കുകയാണ്, മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം പറയുന്നതായ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്. അവർ പറയുന്നു, ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതുമാകുന്നു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ വചനങ്ങളിൽ ഒന്നും ഇനിയും താമസിക്കയില്ല. ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം കൊടുത്ത പ്രവചന വാക്കുകളാണിത്. അതിൻ്റെ ആഘാതം, അതിൻ്റെ ഉദ്ദേശം ആ കാലത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ചില കാര്യം മാത്രമല്ല, ഈ കാലങ്ങളിലും ദൈവത്തിൻ്റെ വചനവും ഈ ഭൂമിയും ഈ ലോകമൊക്കെ മനുഷ്യജാതികളൊക്കെ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അംഗീകരിക്കേണ്ടതായ ഒരു കാര്യമാണ്, ദൈവം പ്രസ്താവിച്ചതായ വചനങ്ങൾ അതിൻ്റെ സമയത്ത് അതാതിടങ്ങളിൽ നിവൃത്തിയാകും. ദീർഘകാലത്തേക്ക് ദൈവം ഒരു നേരം പോക്കായി പറഞ്ഞ കാര്യമല്ല. അവിടെ അതിനു മുമ്പുള്ളതായ വാക്യത്തിൽ പറയുന്ന 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും അത് ഒക്കാതെ വരും എന്ന് അവർ പഴഞ്ചൊല്ലുപോലെ ഇസ്രായേൽ ഗൃഹം പറയുന്നു. ദൈവജനത്തിന്റെ മധ്യത്തിൽ അങ്ങനെ ഒരു വിചാരമുണ്ട്. ദൈവത്തിന്റെ വചനം പഴഞ്ചൊല്ലുപോലെ ആക്കി കളയുന്നതായ ഒരു കാര്യസ്ഥത, അത് നമ്മിൽ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വെറും പഴഞ്ചൊല്ലായി നാം തീർക്കുന്നത് ദൈവം കോപിക്കുന്നതിനിടയായിത്തീരും. എന്നാൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് അംഗീകരിക്കാനുള്ളതായ ഒരു വാക്കുണ്ട്, ഒരു സമീപനമുണ്ട്. കർത്താവേ, നീ പ്രസ്താവിക്കുന്നതൊന്നും കള്ളമല്ല, അത് അസത്യമല്ല, നേരുമ്പോക്കല്ല, നീ വെറുതെ പറഞ്ഞതല്ല, അതിൻ്റെ സമയത്ത് അതൊക്കെയും നിവൃത്തിയാകും. ഓരോരോ കാര്യങ്ങൾ വചനങ്ങൾ എടുത്തുകൊണ്ട് അവരിതാകുന്നു ഇവരിതാകുന്നു ഓരോരോ രാജ്യങ്ങളെ പ്രതികരിച്ചുകൊണ്ട് പറയുന്നതൊക്കെ നമ്മുടെ വാക്കുകൾ പലപ്പോഴും ആ സ്ഥാനത്താണ്. നാം പറയുന്നത് പിന്നെയും മാറ്റി പറയേണ്ടി വരും. നമുക്കറിയാം, ഗൾഫ് യുദ്ധകാലത്ത് അനേക പ്രവചനങ്ങളും വാക്കുകളൊക്കെ പിന്നീട് മാറ്റി പറയേണ്ടി വന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി, മനുഷ്യപുത്രന്മാരുടെ കണ്ണുനീരും അവരുടെ അനുതാപവും അവരുടെ മനസ്താപവും അവരുടെ ആ മനംമാറ്റവും അവരുടെ മാനസാന്തരവും കാണുമ്പോൾ നിനവയിലെ ജനങ്ങളോട് ദൈവം മനസ്സലിഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ അവരെ സംഹരിച്ചു കളയുമെന്ന് യോനായെ അയച്ച് അവിടെ സംസാരിച്ച ദൈവം, അവിടെ കൽപ്പിച്ചതായ ദൈവം, അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മൃഗങ്ങളും സഹിതം അവിടെ ഒരു ഉപവാസവും ഒരു മനസ്താപവും മാനസാന്തരവും കണ്ടപ്പോൾ ദൈവം താൻ പ്രസ്താവിച്ച അല്ലെങ്കിൽ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥങ്ങളെക്കുറിച്ച് ദൈവം മനസ്താപപ്പെട്ടു. അവരോട് ക്ഷമിച്ചു, അവർക്ക് സമയങ്ങളെ നീക്കി കൊടുത്തു. നോക്കൂ, നോഹയോട് ദൈവം പറയുന്നത്, മനുഷ്യജാതിയുടെ കഷ്ടത ഞാൻ കണ്ടു, ഇനിയും ഞാൻ ഈ ഭൂമിയെ ഒന്നായി നശിപ്പിച്ചു കളയില്ല. അവരുടെ സംഘടനകൾ അനേക പരമാർത്ഥികളും ഹൃദയ പരമാർത്ഥികളും ഈ കൂട്ടത്തിൽ നശിച്ചു പോകുന്ന ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ കണ്ട് സ്വർഗം തന്നെ ദുഃഖിച്ചു. അതുകൊണ്ട് മനുഷ്യനെ ഇനിയും വെള്ളത്താൽ നശിപ്പിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനോടും ഭൂമിയോടും ദൈവം ഒരു നിയമം ചെയ്തതിന് ഒരു അടയാളം വയ്ക്കും. ദൈവത്തിന് ഇതാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് എന്ന് പറയുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ദൈവത്തിൻ്റെ മനസ്സലിവാണ്. ഒരു സമാധാനം ദേശത്തയക്കണം. നമ്മുടെ കൈവിട്ടു പോകുന്നത് പോലെ ഓരോ നിമിഷങ്ങളും വാർത്തകളും ഓരോരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നാം പ്രതീക്ഷിച്ചതുപോലെ അല്ല, ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ ഇന്നലെ കേട്ടതുപോലെയല്ല. ഇന്ന് പുതിയ മാനങ്ങളെ തേടുന്നു, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. എങ്കിലും സർവശക്തനായ ദൈവം ഭരണാധികാരികളുടെ മുൻപിൽ ചില തോന്നലുകളായിരിക്കും. നാം ആരംഭം മുതൽ വായിച്ചു നോക്കുമ്പോൾ, വേദവാക്യത്തിൽ വായിച്ചു നോക്കുമ്പോൾ രാജാക്കന്മാരുടെ മനസ്സിൽ കൊണ്ടുവരുന്ന തോന്നലുകൾ, ആ തോന്നലുകൾ ചിലപ്പോൾ സമാധാനത്തിന് വേണ്ടിയ തോന്നലായിരിക്കാം, ചിലപ്പോൾ യുദ്ധത്തിന് വേണ്ടിയുള്ള തോന്നലുകളായിരിക്കാം. പക്ഷേ ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്ന തോന്നലുകൾ കൊണ്ടുവരുന്നതെല്ലാം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. സ്വർഗത്തിനൊരു വലിയൊരു തത്വമുണ്ട്. എന്താണെന്നറിയാമോ? അവൻ കൽപ്പിച്ച വചനങ്ങളൊന്നും നിറവേറാതെ പോകരുത്, അതൊക്കെയും അക്ഷരം പ്രതി നിറവാകണം. എന്നാൽ മനുഷ്യജാതിയെ മുഴുവനായി ഞാൻ നശിപ്പിച്ചു കളയും എന്നുള്ളതായ ആ ഒരു കാര്യത്തിൽ ദൈവം കടാക്ഷം കൊണ്ടുവരും.
അവരുടെ കണ്ണുനീരും മനസ്താപവും പ്രാർത്ഥനയും നിലവിളിയും ഒക്കെ കാണുമ്പോൾ താൻ സൃഷ്ടിച്ചിട്ടുള്ളതായ മനുഷ്യനോട് ദൈവത്തിന് അനുകമ്പ തോന്നുന്നു, അവനോട് മനസ്സലിവ് തോന്നുന്നു, അവരോട് കൃപാലുവാകുന്നു, അവരുടെ കുറവുകളെ ക്ഷമിച്ച് അവരുടെ യഥാസ്ഥാനങ്ങളെ സ്വർഗം അംഗീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര വലിയ പ്രവാചകന്മാരാണെങ്കിലും, എത്ര വലിയ പ്രാസംഗികളാണെങ്കിലും, പുരോഹിതന്മാരാണെങ്കിലും, അല്ലെങ്കിൽ പട്ടക്കാരാണെങ്കിലും, വിശ്വാസികളാണെങ്കിലും, വലിയ വലിയ സഭാ നേതാക്കന്മാരാണെങ്കിലും, പ്രിയരെ, നാം വലിയ അടിയുറച്ച വിശ്വാസികൾ പാരമ്പര്യമുണ്ടെങ്കിലും ശരി, ദൈവത്തിന് നമ്മുടെ കണ്ണുനീര് ആവശ്യമാണ്. ദൈവത്തിന് നമ്മുടെ സങ്കടം കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇടിഞ്ഞ മനസ്സ് അല്ലെങ്കിൽ തകർന്ന മനസ്സോടുകൂടെ നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും സുഖമായിരിക്കുന്നല്ല, ദേശം നശിച്ചു പോകുന്നതിൽ. കർത്താവേ, ദേശം രാജ്യങ്ങൾ നശിച്ചു പോകുന്നല്ലോ. രക്ഷിക്കപ്പെടാതെ കർത്താവിന്റെ നാമത്തെ തിരിച്ചറിയാതെ കേൾക്കാതെ ജനങ്ങൾ നശിച്ചു പോകുന്നതിനിടയാകുന്നല്ലോ. ദൈവം അതിവേഗത്തിൽ ദൈവത്തിന്റെ വചനത്തെ പായിച്ചു കൊണ്ടിരിക്കുകയാണ്. He used technology for that. എല്ലാവിധമായ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ വളരെ വേഗത്തിൽ ദൈവം പായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സഹോദരിയുടെ സാക്ഷ്യം, പഞ്ചാബിൽ നിന്നുള്ള ഒരു സഹോദരിയുടെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി. അതായത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യമായിരുന്നു. അവർ പറഞ്ഞതായ സാക്ഷ്യം, മുമ്പ് യേശു ആരാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിന് പോലും അറിയില്ലായിരുന്നു. അവരുടെ പിതാവിനോട് യേശുവിനെ കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ ആ പിതാവ് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, അദ്ദേഹം എവിടെയാണ്, ഏത് വീട്ടിലാണ് താമസം, ഞാൻ അവരെ പോയി കണ്ടുകൊള്ളാം, അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടാകുമോ, എവിടെയാണ് യേശു എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ജീസസ് എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്ന് പറഞ്ഞാൽ, അവരെ കുറിച്ച് അറിവില്ലാത്ത ഒരു ജനത ഈ ലോകത്തിനുണ്ടായിരുന്നു. എന്നതിന് ശേഷം ആ പെൺകുട്ടി പറയുകയാണ്, എന്താണെന്ന് അറിയാമോ, പിന്നെ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി യേശു ആരാണെന്ന് അനേകരുടെ സാക്ഷ്യവും പ്രാർത്ഥനയും വചനങ്ങളും ഒക്കെ കേട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് യേശു ആരാണെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, നമുക്ക് ചെന്നെത്താത്ത പല സ്ഥാനങ്ങളിലും ഞാൻ ഈ സംസാരിക്കുന്ന വാക്കുകൾ അനേക ജാതികളുടെ മധ്യത്തിലും, അനേക അക്രൈസ്തവരുടെ മധ്യത്തിലും, അനേക നീതിമാന്മാരുടെ കയ്യിലും എല്ലാം എത്തുന്നുണ്ട്. എൻ്റെ വാക്കുകൾ തന്നെയല്ല. നമുക്കറിയാം, ആയിരം വചനങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ, രക്ഷയുടെ വചനങ്ങൾ, അല്ലെങ്കിൽ പ്രവചനത്തിന്റെ ഭാഗങ്ങൾ, അനേക സന്ദേശങ്ങൾ, അനേക ഉപദേശങ്ങൾ, അനേക ആഹ്വാനങ്ങൾ, ഇതൊക്കെയും ഈ ലോകത്തിന്റെ നാനാ കോണുകളിലും അങ്ങനെ ചുറ്റി സഞ്ചരിക്കത്തക്കവണ്ണം ദൈവം അതിശയകരമായ പ്രവൃത്തികളെ ഈ ഭൂമിയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ, നമുക്കിന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. ഈ വചനങ്ങളൊക്കെ ദീർഘകാലത്തേക്കുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലുള്ളതായി കുറവശമായി ദൈവം കാണുന്നു. ഇല്ല, ദീർഘകാലത്തേക്കല്ല. ദൈവം അരുളി ചെയ്ത വചനങ്ങൾ തക്ക സമയത്ത് നിറവേറുന്നതാണ്. ആ നിറവേറിന്റെ മധ്യത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക്, നമ്മുടെ സന്തതികൾക്ക്, എല്ലാം മറുപടായി ആകുലരായി കഴിയുന്ന ജനങ്ങൾക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്ന ഒരു പ്രഭാതങ്ങൾ പുലരണം. ആ പ്രഭാതത്തിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്, സൃഷ്ടി കാത്തിരിക്കുകയാണ്. മനുഷ്യപുത്രൻ, അല്ലെങ്കിൽ ഈ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ദൈവപുത്രന്മാർ ജനിച്ചിരുന്നുവെങ്കിലെന്ന് സൃഷ്ടി വളരെ ഞെരുക്കത്തോടുകൂടെ കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം ആ സൃഷ്ടികളെക്കാൾ കൂടുതൽ എത്ര മഹത്വമുള്ളവരാണ്, എത്ര ശ്രേഷ്ഠതയുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയും, ഒരു കണ്ണുനീരും, ഏകാഗ്രതയും, ഒരു വലിയൊരു നിലവിളിയും നമുക്ക് ദേശത്തുണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവം തന്റെ വചനങ്ങൾ അയച്ച് അനേകരെ സൗഖ്യമാക്കുകയും അനേകരെ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ തക്കോണം അനേകരുടെ മാനസാന്തരത്തിന് അത് കാരണമാക്കുകയും ഭരണാധികാരികളുടെ മനസ്സിന് തോന്നലുണ്ടാക്കുന്നത് സർവശക്തൻ, ആ സർവശക്തന്റെ പ്രവൃത്തികളെ നമുക്ക് വരും കാലങ്ങളിൽ കാണുവാൻ കഴിയും. ഈ വചനങ്ങൾ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കണ്ണുനീരും, ഒരു ഏകാഗ്രതയും, ഒരു മനസ്സാപവും, ഒരു ദുർങ്ങിയ ഹൃദയത്തിനും ഉടമകളാണെങ്കിൽ ദൈവം ഈ നാളുകളിൽ അത്ഭുതം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കും. അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.